ഹലോ. സ്മിത, കൃഷ്ണ പറഞ്ഞ മറുഭാഷ എന്തെന്ന് മനസ്സിലായോ? ആഹാ, നീ ഇതുവരെ അത് തലേന്ന് കളഞ്ഞില്ലേ? ഹേയ്, ഞാൻ ഫോണിൽ നിന്ന് വിഷ്വൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തപ്പോ അതിനിപ്പോ എന്നെ ഇത്ര അത്യാവശ്യമായിട്ട് ഉറക്കത്തിന്ന് വിളിച്ചു പറയാൻ? സോറി, ഷീസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. കൃഷ്ണ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ തമ്മിൽ പ്രേമത്തിലാന്ന്. നമ്മൾ രണ്ടുപേരും എന്നാ കല്യാണം കഴിക്കുന്നതെന്ന് അവള് ചോദിച്ചത്. ആഹാ, സോറി, അവൾ എന്നെ തെറ്റിദ്ധരിച്ചാൽ സോറി ട്ടോ. നീ കൂടുതൽ സോറി ഒന്നും പറയണ്ട. എനിക്കതിൽ വലിയ ഫീലിങ്സ് ഒന്നുമില്ല. പിന്നെ നിനക്കങ്ങനെ ആരോടും പ്രേമമൊന്നുമില്ല. നീ ഫ്രീ ആണെന്ന് അവൾ അറിഞ്ഞാ പോരെ. ഹേയ്, ഞാൻ അതല്ല പറഞ്ഞത്. എന്റെ മോനെ, കിടന്നുരുളാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. കാലത്ത് ഡ്യൂട്ടി ഉള്ളതാ. പാതിരാത്രിക്ക് അവന്റെ ഒരു കണ്ടുപിടുത്തം. നീ ചിരിക്കൊന്നും വേണ്ട. ഞാൻ ബോയ്ഫ്രണ്ടുമായിട്ട് പഞ്ചാരടിക്കൊന്നും അല്ലായിരുന്നു. അവിടെ ബളുബിളു ബിളുബിളു എന്നൊരു മറുഭാഷ. വി ആർ ഓൺലി ഫ്രണ്ട്സ്. അല്ലാതെ നിന്റെ സാറുമായി എനിക്ക് പ്രേമമൊന്നുമില്ല. ഞാൻ ചുമ്മാ അപ്പൊ ഒരു രസത്തിന് ചോദിച്ചതാ. അജിയ, ഈ ചെക്കൻ എന്തോ അസുഖം ഉണ്ടെന്നാ തോന്നുന്നേ. ഒരു പെണ്ണ് ഏതാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് പാതിരാത്രി വരെ അത് ഓർത്തിരിക്കുക. ഫോട്ടോ കമ്പ്യൂട്ടറിലിട്ട് തിരിച്ചും മറിച്ച് എഡിറ്റ് ചെയ്ത് കഥകൾ ഉണ്ടാക്കുക. ഈ രോഗത്തിന്റെ ചികിത്സ നീ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ മോളെ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നുമല്ല സാറിനെ കണ്ടേക്കുന്നത്. എങ്ങനെയൊന്നുമല്ല. എനിക്ക് ദൈവത്തെ പോലെയാ സാറ്. ദാണ്ട്, എന്നാ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഡാ, ഇവക്ക് പ്രേമമല്ല, ഭക്തിയാ നിന്നോട്. നീ ദൈവത്തെ പോലെയാന്ന്. അതുകൊണ്ട് തൽക്കാലം ദൈവം സാറ് കിടന്നുറങ്ങാൻ നോക്ക്. സ്മിത, ദൈവം സാറ്? അതെന്ത് സാറ്? ഇന്നെന്താ മമ്മ സമാജത്തിലെ പതിവില്ലാത്ത ക്രൗഡ്? കംപ്ലീറ്റ് ടീമുകളും ഉണ്ടല്ലോ. ഇന്ന് സൺഡേ അല്ലേ? ശബ്ദമില്ലാത്ത സെക്രട്ടറിയുടെ കോപ്രായം ഒക്കെ കാണാന്ന് വെച്ചായിരിക്കും. ഷൈനി ഒന്നും വന്നില്ലേ ചേച്ചി? പരീക്ഷയാ. അജിത്തേ, ഇന്ന് അടിച്ചു പൊളിക്കണം. ഞങ്ങളുടെ കൂടെ കാണണം, വലിഞ്ഞേക്കല്ലേ? ചുമ്മാതല്ല, ചന്ദ്രേട്ടനും ഗ്രൂപ്പുവാ. സെക്രട്ടറി ചാടിക്കാനുള്ള പരിപാടിയാ. ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിന്നേക്കല്ലേ. ഒന്ന് തല കാണിച്ചിട്ട് ഇറങ്ങിയേക്കണം. നമുക്ക് രണ്ടാൾക്കാരും വേണ്ടതാ. മമ്മ, എന്താ ഇന്ന് പതിവില്ലാതെ സമാജത്തില്? ഹേയ്, ഡ്യൂട്ടിക്ക് പോണം. ഞാനിവിടെ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. സെക്രട്ടറി ആന്റി വിളിച്ചായിരുന്നു. കൃഷ്ണനെ കൊണ്ട് മീറ്റിങ്ങിന് ഈശ്വര പ്രാർത്ഥന ചൊല്ലിക്കണം എന്ന് പറഞ്ഞു. അത് ശരി, ഇതാണല്ലേ കൃഷ്ണപ്രിയ? ആഹാ, മമ്മി ഇതൊരു മീറ്റ് ചെയ്തില്ലായിരുന്നോ? ഇല്ലെന്നേ. അല്ലേലും ഇവൻ ആള് ഭയങ്കര കള്ളനാ. എന്തടച്ചിരിക്കുന്നേ? കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കണ്ട ഇവൻ എന്നെ പരിചയപ്പെടുത്തില്ല. എന്താന്നറിയാമോ? ഏ മമ്മ, ചുമ്മാ വാചടിക്കാതെ അകത്ത് മീറ്റിംഗ് തുടങ്ങാറായി. ഞാൻ കയറി കല്യാണം ആലോചിച്ചാലോന്നുള്ള പേടിയാ. ഓ പിന്നെ, കല്യാണം കഴിക്കാൻ ഇവന് എത്രയ്ക്ക് പേടിയാ. മമ്മ, എംബ്രോയിഡറി ചെയ്ത് എടുത്ത് കൊടുക്കാൻ. दुड्डू होएगा चे, बाकी को लो पूरे दे दे। ठीक है। ഇതൊക്കെ ആരാ തയ്ക്കുന്നത്? ഷൈനിയാ? ഹേയ്, കോളേജിൽ പോക്കും ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എവിടുന്ന സമയം? ഒക്കെ മമ്മയുടെ വർക്കുകളാ. നന്നായിരിക്കുന്നു. എല്ലാവരും ഓരോ വഴിക്ക് പോയാ പിന്നെ ഇതൊക്കെ അല്ലാതെ എനിക്കെന്താ പണി? ഇവരുടെ പപ്പ പോയപ്പം ഇങ്ങനെയൊക്കെ ഓരോ പണി ചെയ്താ ഞാൻ ഇവരെ വളർത്തിയത്. കുട്ടി പാട്ട് പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ ഓർക്കായിരുന്നു, ആ ഹാളില് ഞാൻ നഴ്സറി സ്കൂൾ നടത്തിയിട്ടുണ്ട്. ചേച്ചി പേടിക്കല്ലേ, ഇപ്പൊ ഇവിടെ ഒരാൾ കരച്ചിൽ തുടങ്ങും. റെഡി, 1 2 3. ഒരുമിച്ച് അങ്ങനെ പോയിട്ട് ഒരാൾ മാത്രം തനിച്ചാവുമ്പോ പിള്ളേർക്ക് അത് അറിയില്ല അല്ലേ കൃഷ്ണ? ഞാനും കുറച്ചൊക്കെ തയ്ക്കും. ആഹാ, എംബ്രോയിഡറിയാ? ആന്റി അമ്മച്ചിയുടെ ബ്ലൗസും പാവടെ ഞാനാ തയ്ച്ചിരുന്നത്. അതെയോ? എംബ്രോയിഡറി കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആന്റി അമ്മച്ചിക്ക് സുഖമില്ലാണ്ടായി. ഒരുപാട് നാളായി തയ്ച്ചിട്ട്. ഒന്ന് നോക്കട്ടെ. ഈ ആന്റി അമ്മച്ചി ആള് കൊള്ളാലോ. പാട്ടും പുള്ളിക്കാരിയല്ലേ പഠിപ്പിച്ചേ? ശരിക്കും ആന്റി അമ്മച്ചി എനിക്കൊരു ദൈവത്തെ പോലെയാ. ആഹാ, അപ്പൊ ശരിക്കും കൃഷ്ണയ്ക്ക് എത്ര ദൈവങ്ങളുണ്ട്? ആന്റി അമ്മച്ചി ഒരു ദൈവം, ഞാനൊരു ദൈവം. പിന്നെ ഈ കൃഷ്ണപ്രിയ എന്നുള്ള പേര് ആരിട്ടതാ? ആന്റി അമ്മച്ചിയെ? കൃഷ്ണപ്രിയ എന്ന് വെച്ചാൽ കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടവൾ എന്നാണോ?
16,008 ഭാര്യമാരുണ്ടായിരുന്ന കൃഷ്ണന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് ഈ കൃഷ്ണപ്രിയോടായിരുന്നോ? ആ എനിക്കറിയില്ല, ചിലപ്പോ ആയിരിക്കാം. ഇത്രയധികം ഭാര്യമാർക്ക് ഒരു ഭർത്താവ്, ഈ കൃഷ്ണനാള് കൊള്ളാല്ലേ? ഈ ഭാര്യമാർക്കൊക്കെ കൃഷ്ണൻ ഭർത്താവായിരുന്നോ അതോ ദൈവമായിരുന്നോ? ആ എനിക്കൊന്നും അറിയില്ല. എനിക്കെന്തായാലും കൃഷ്ണൻ ദൈവ, പ്രാർത്ഥന കേൾക്കുന്ന, ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന എന്റെ ദൈവം. അയ്യോ, അതല്ലേ ഗ്രാൻഡ് ഹോട്ടല്? അതെ, ഗ്രാൻഡ് ഒബ്രോയ്. എന്താ അവിടെ പോയിട്ടുണ്ടോ? ഒക്കെ ഈ വാചടിയിലേ ഉള്ളൂ. എന്താ ആലോചിക്കുന്നേ? ഹരിയേട്ടൻ എങ്ങനെയാ മരിച്ചത് സാറേ? എനിക്കറിയണം അയാൾ എങ്ങനെയാ മരിച്ചതെന്ന്. പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഫോർമാലിറ്റിക്ക്. അത് ഹരിയെ പോലെ ഒരാൾ മരിക്കാനായിട്ട് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും വേണ്ട. അയാളുടെ പോക്കും വഴികളൊക്കെ അത്തരത്തിലായിരുന്നില്ലേ? ഞാൻ കാരണമാണോ അയാളെ മരിച്ചത്? ഏയ്, എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ചിലപ്പോ അതും ഒരു കാരണമായേക്കാം. കൃഷ്ണനെ പോലെ എത്രയോ പെൺകുട്ടികളുടെ കണക്കുകൾ അയാൾക്ക് തീർക്കാനുണ്ടായിരുന്നിരിക്കണം. হুকটা একটু খোলেন তো। क्या हुआ? আপনার ব্লাউজের হুকটা একটু খোলেন। ইনজেকশনটা হাতে দেব। क्या? ইনজেকশনটা হাতে দেব। കൃഷ്ണ, അവർക്ക് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ആ ബ്ലൗസിന്റെ ഹുക്കൊന്ന് ഊരി കൊടുക്കാൻ. ভয় পাচ্ছ কি? তাহলে চোখটারে বন্ধ করো। കണ്ണടച്ചോളാൻ. জায়গাটা একটু ভালো করে ডলে নিন, না হলে ব্যথা হবে। আপনি একটু হেল্প করবেন তো? നന്നായിട്ട് തിരുമിക്കോ, അല്ലെങ്കിൽ മരുന്ന് കട്ടിയായിട്ട് കിടന്ന് വേദനിക്കും. ആ നഴ്സിനോടൊന്ന് പറയോ, കയ്യിലീ കെട്ടിരിക്കുന്നുണ്ട്, തിരുമാൻ പറ്റുന്നില്ല. ഞാൻ തിരുമ്മി തരാം. അയ്യോ സോറി, ബ്ലൗസ് ഇട്ട് കഴിഞ്ഞു. അയ്യോ സാറേ, അവിടെയല്ല, ഇവിടെ. സാർ കണ്ണു തുറന്നു നോയിക്കോളൂ, ഞാൻ ബ്ലൗസ് ഇട്ടു. ചിരിക്കണ്ട, സാധാരണ ഇത് ചന്തയ്ക്ക് എടുക്കാറ്. ഇപ്പോ അവിടെ ആകാത്തത് എന്റെ ഭാഗ്യം.